ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം തബ്ലീഗ് ജമാഅത്തിൻ്റെ വിശ്വാസത്തിലെ പിഴവ്. ഇതതിൻ്റെ ഒന്നാമത്തെ ദർസാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഭാഗം 1. തബ്ലീഗ് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ പിഴവുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. കാരണം തബ്ലീഗുകാരും അറിയണം, സമൂഹവും അറിയണം. കാരണം വിശ്വാസത്തിൽ പിഴവ് വരാൻ പാടില്ലല്ലോ. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ മൻഹജിലും പിഴവ് വരാൻ പാടില്ല. മൻഹജ് എന്ന് പറഞ്ഞാൽ രീതിശാസ്ത്രം. അതിൽ തബ്ലീഗ് ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ടത് ദഅവത്തിൻ്റെ രീതിശാസ്ത്രമാണ്. അപ്പോൾ വിശ്വാസത്തിലോ മൻഹജിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല, അതിന് എതിരാകാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം വിശ്വാസത്തിലും മൻഹജിലും അവർ ഐക്യത്തിലായിരുന്നു, അതിൽ ഭിന്നത ഉണ്ടായിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ എല്ലാ മുസ്ലിങ്ങളും ഐക്യപ്പെടണം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. സൂറത്ത് ആലിമ്രാനിലെ വചനം, 103-ാം വചനം. നിങ്ങളെല്ലാവരും, അതായത് എല്ലാവരോടും പറയാണ്, അള്ളാഹിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം. അതായത് ആ വിശ്വാസത്തിലും മൻഹജിലുമായിരിക്കണം. കാരണം അതിൽ സഹാബത്തോ റളിയല്ലാഹു അൻഹു ഭിന്നിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ വിശ്വാസമാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. ഒരു സഹാബിക്ക് ഒരു വിശ്വാസവും മറ്റൊരു സഹാബിക്ക് വേറൊരു വിശ്വാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ അള്ളാഹിൻ്റെ കൽപ്പനയാണ് വലാ തഫറഖു, ഭിന്നിക്കരുത്. അപ്പോൾ സഹാബാക്കൾ അവർ ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ വിഷയത്തിൽ ഭിന്നിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു എന്ന് ബോധ്യമായാൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് അവരെ നേരായ മാർഗത്തിൽ ക്ഷണിക്കൽ, തെറ്റായ മാർഗത്തിൽ വിലക്കൽ. ഇത് അല്ലാഹു ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞതാണ്. സത്യവിശ്വാസികൾ അവരെങ്ങനത്തെ ആളുകളാണ്? അവർ യഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ അവർ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരാണ്. അതാണ് അവരുടെ സ്വഭാവം. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ആ ബാധ്യത നിറവേറ്റൽ ഓരോ സത്യവിശ്വാസിക്കും അവരുടെ കഴിവനുസരിച്ചിട്ടും അവരുടെ വിജ്ഞാനമനുസരിച്ചിട്ടും ബാധ്യതയാണ്. അതുകൊണ്ട് ഇതെന്തല്ല, കുറ്റം പറയലല്ല, വിമർശിക്കലല്ല. ആരും തെറ്റിദ്ധരിക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും. ഇത് അല്ലാഹു കൽപ്പിച്ചതാണ്. ഇവിടെ ആരെയും കുറ്റം പറയുന്നില്ല. ഏതെങ്കിലും വ്യക്തികളെ നമ്മൾ വ്യക്തിഹത്യ നടത്തുന്നില്ല. തെറ്റായ വിശ്വാസമുള്ളവരോട് ശരിയായ വിശ്വാസം എന്താണ്, അവരിലെ തെറ്റായ വിശ്വാസം എന്താണ് എന്ന് അവരെ ഉപദേശിക്കൽ. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം സത്യം കൊണ്ട് ഉപദേശിക്കൽ ഓരോ സത്യവിശ്വാസിക്കും നിർബന്ധമാണ്. അവരുടെ കഴിവും വിജ്ഞാനവും അനുസരിച്ചിട്ട്. അല്ലേ, വൽ അസ്റിൽ നമ്മൾ പഠിച്ചില്ലേ, 4 ഷർത്തുകളല്ല അതിൽ പറയുന്നത്. ആ 4 പൂർത്തിയായാലേ നാളെ പരലോകത്ത് വിജയിക്കുള്ളൂ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. കാലം കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു പറയാണ്. അപ്പോൾ വിഷയം ഗൗരവമാണ്. ഇന്നൽ ഇൻസാൻ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഇന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്നൊരു ഹർഫാണ്. ലഫീ ഖുസ്ർ, മുഴുവൻ മനുഷ്യരും പരാജയത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. അപ്പോൾ വിശ്വാസം ശരിയായിരിക്കണം, പിഴച്ച വിശ്വാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല.
ഈമാൻ കാര്യങ്ങൾ ആരും എണ്ണിപ്പടിച്ചുകൊണ്ട് കാര്യമില്ല. ഈമാൻ കാര്യങ്ങൾ ആരും വിശദമായി പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ അമലുസ്വാലിഹാത്തി അമലുസ്വാലിഹാത്ത് ശരിയാവും. അപ്പോൾ വതവാസൗ ബിൽ ഹഖി, അപ്പോൾ പ്രബോധനം ചെയ്യുന്നത് ശരിയാവും, സത്യമാണ് പറയുക. വതവാസൗ ബിസ് സബ്ർ, സ്വാഭാവികമായിട്ടും ഇതിൽ നല്ല ക്ഷമ വേണം. പ്രശ്നങ്ങളുണ്ടാകാം, വിജ്ഞാനം തേടുമ്പം പ്രയാസങ്ങളുണ്ടാകാം, ആളുകളുടെ എതിർപ്പുണ്ടാകാം പ്രബോധനം ചെയ്യുമ്പം. അപ്പോൾ ക്ഷമിക്കണം. ഈ 4 ഷർത്തുകൾ പൂർത്തിയാകാതെ ഒരാൾക്കും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ വിശ്വാസം തെറ്റിയാലോ അമലുസ്വാലിഹാത്ത് തെറ്റി. അമലുസ്വാലിഹാത്ത് തെറ്റിയാലോ പ്രബോധനം തെറ്റി. പക്ഷേ ഈ പ്രബോധനം തെറ്റിയ വിശ്വാസം തെറ്റിയവരും പ്രബോധനം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് പ്രയാസങ്ങളുണ്ടാകും. അവരും ചിലപ്പം അറിവ് പഠിക്കുമ്പം പ്രയാസങ്ങളുണ്ടാകും. ആ തെറ്റായ അറിവും പഠിക്കുമ്പോൾ ചിലപ്പം പ്രയാസം ഉണ്ടാകും. അപ്പോൾ അവർ വതവാസൗ ബിസ്സബ്ർ, അവർ ക്ഷമിക്കുന്നുണ്ടാകാം. പക്ഷെ ആ ഒരു ഷർത്ത് മാത്രം പൂർത്തിയാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം നമ്മളുടെ വ്യക്തിഹത്യ നടത്തല്ല. ഇനി പിഴച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളെ പേരും പറയാം. ബാറക്കല്ലാഹു ഫീക്കും. എന്നാലല്ലേ സമൂഹം അറിയുള്ളൂ ആരാണ് ആ പിഴച്ച വിശ്വാസം, ആ തെറ്റായ മൻഹജ് പ്രചരിപ്പിക്കുന്നു എന്ന് സമൂഹം അറിയണമെങ്കിൽ ആ പേരും അറിയണ്ടേ. അതൊന്നും പരദൂഷണത്തിൽപ്പെടൂല. ബാറക്കല്ലാഹു ഫീക്കും. ഒരു കുറ്റവാളി, ഒരു കൊലപാതകൻ, അദ്ദേഹത്തിൻ്റെ പേരറിയണ്ടേ, ആരാന്നറിയണ്ടേ. ബാറക്കല്ലാഹു ഫീക്കും. എന്നാലല്ലേ സമൂഹം ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക, ഇന്ന വ്യക്തിയാണെന്ന് മനസ്സിലാവുക. അതേപോലെ വിദ്വത്വവും പിഴച്ച വിശ്വാസവും പ്രചരിപ്പിക്കുന്ന, ഖുർആനെ തെറ്റി വ്യാഖ്യാനിക്കുന്ന ഈ പണ്ഡിതന്മാരോ നേതാക്കന്മാരോ അവരെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ സമൂഹം എങ്ങനെ ജാഗ്രത പാലിക്കും? അതുകൊണ്ട് കൊലപാതകൻ്റെ പേര് പറയുന്നത് പോലെ വിദ്വത്തിൻ്റെയോ അല്ലെങ്കിൽ പിഴച്ച വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പേര് പറയുന്നത് പരദൂഷണത്തിൽപ്പെട്ടതല്ല. കാരണം ഇവർ സമൂഹത്തിൽ ദ്രോഹം ചെയ്യാണ്, ദോഷം ചെയ്യാണ്. അപ്പോൾ സമൂഹം ജാഗ്രത പാലിക്കണമെങ്കിൽ അവരുടെ പേര് പറയണം. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞതാണ് പണ്ഡിതന്മാർ. അങ്ങനത്തെ ആളുകളുടെ, തെറ്റ് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പേര് പറയാം. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു പറഞ്ഞു, മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല മിൻ ഖബലിക. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരോട് പറയപ്പെട്ടതല്ലാത്ത ഒന്നും നിന്നോട് പറയുന്നില്ല. അള്ളാഹു പറയാണ് ഖുർആനിൽ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിലെ 43-ാം വചനം. അപ്പോൾ എല്ലാ പ്രവാചകന്മാരെയും അലൈഹിമുസ്സലാം പഠിപ്പിച്ചത് ഒന്ന് തന്നെയാണ്. അവരിലാരിലും വിശ്വാസത്തിൽ ഭിന്നത ഉണ്ടായിട്ടില്ല. എല്ലാവരെയും പഠിപ്പിച്ചത് ഒരേ കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതിലേക്ക് തന്നെയാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ സൂറത്ത് അൽ ബഖറ 2-ാം അധ്യായം 137-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ ഫഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഉണ്ടോ, വിശ്വാസം തന്നെ ഇവിടെ പറഞ്ഞു. നിങ്ങളാരാ? പ്രവാചകന്മാരും സഹാബത്ത് റളിയല്ലാഹു അൻഹും. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിച്ചാൽ, അവരാരാ? അത് ഞങ്ങളാണ്. അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. കണ്ടോ, അവർ നേർമാർഗത്തിലായി. ആര്? ഞങ്ങൾ നേർമാർഗത്തിലായി. അപ്പോൾ പ്രവാചകന്മാരും സഹാബത്തും അവർ വിശ്വസിച്ചതുപോലെ, കാരണം അവർ ഇതിൽ ഐക്യത്തിലായിരുന്നു, നമ്മളും വിശ്വസിച്ചാൽ നമ്മൾ നേർമാർഗത്തിലായി കഴിഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞാലോ അവർ ഭിന്നതയിലായിരിക്കും, അവർ കക്ഷിത്വത്തിലായിരിക്കും. കണ്ടോ, അപ്പോൾ പ്രവാചകന്മാരുടെയും സഹാബത്ത് റളിയല്ലാഹു അൻഹുടെയും
വിശ്വാസത്തിൽ നിന്ന് ഭിന്നിച്ചാൽ, അവിശ്വാസത്തിനെതിരായാൽ അപ്പോഴാണ് ഭിന്നിപ്പ് സംഭവിക്കുന്നത്, അപ്പോഴാണ് കക്ഷിത്വം സംഭവിക്കുന്നത്, അപ്പോഴാണ് മുസ്ലിങ്ങൾ അനൈക്യം സംഭവിക്കുന്നത്. അപ്പോൾ ഐക്യം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ആ പ്രവാചകന്മാരുടെയും സഹാബാക്കളുടെ റളിയല്ലാഹു അൻഹുവിന്റെയും അവർ ഐക്യത്തിലായിരുന്ന ആ വിശ്വാസത്തിലേക്ക് നമ്മളും ഐക്യപ്പെട്ടാൽ മുസ്ലിങ്ങൾ ഐക്യമായി. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോഴാണ് ഐക്യം വരാം. അല്ലാത്തൊരൈക്യം അല്ലാഹു ഖുർആനിലോ ഹദീസുകളിലോ പഠിപ്പിക്കുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. അവിശ്വസിച്ചവരോടുള്ളൊരൈക്യം അള്ളാഹു പഠിപ്പിക്കുന്നില്ല. ലാത്തയും ഉസ്സയും വിളിച്ചവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐക്യപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ വിശ്വാസം തെറ്റി. അവരോട് ഐക്യപ്പെട്ടിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ മന്നജിൻ്റെ ആയത്താണ് സൂറത്ത് മാഇദ 5-ാം അധ്യായം 48-ാം വചനം. ലികുല്ലി ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജൻ. അതായത് ഓരോ ഉമ്മത്തിനും അതിൻ്റേതായ ശരീഅത്തുണ്ട്, അതിൻ്റേതായ മൻഹജുണ്ട്. അപ്പം നമ്മളെ ഉമ്മത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, ആ ഉമ്മത്തിലെ ശരീഅത്തിൽ ഭിന്നത പാടില്ല, മൻഹജിൽ ഭിന്നത പാടില്ല, രീതിശാസ്ത്രത്തിൻ്റെ ഭിന്നത പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ഒന്നാം ഭാഗത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മൻഹജ് ഇൻഷാ അല്ലാഹ് അത് തബ്ലീഗ് ജമാഅത്ത് എങ്ങനെ വ്യതിചരിച്ചു, അവരുടെ ദഅവത്തിൻ്റെ രീതി, അതായത് മൻഹജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ രീതിശാസ്ത്രം എങ്ങനെ ചെയ്യുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ച മാതിരി, സഹാബത്ത് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയ മാതിരി ചെയ്യണം. അതിൽ നിന്ന് ഭിന്നിച്ചാൽ അവരുടെ രീതിശാസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെയും മൻഹജിൽ നിന്ന് തെറ്റി. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ദർസിൽ പറയാം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ തബ്ലീഗ് ജമാഅത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പിഴവെന്തെന്ന് വെച്ചാൽ അവർ തന്നെ അഭിമാനത്തോടെ പറയും നമ്മൾ അശ്അരികളാണ് എന്ന്. അതവർ പറയുന്നതാണ് നമ്മൾ അശ്അരികളാണ് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് അവരുടെ മദ്രസയിൽ, അവരുടെ ലൈബ്രറികളിൽ സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസമല്ല ഉള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമല്ല ഉള്ളത്, അള്ളാഹു പഠിപ്പിച്ച വിശ്വാസമല്ല ഉള്ളത്. അങ്ങനത്തെ ഒരു വിശ്വാസം പഠിപ്പിക്കുന്നത് അവരിൽ കാണുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. മിക്കതും അശ്അരി വിശ്വാസങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളിൽ മദ്രസകളിൽ ഇത് പഠിപ്പിക്കുമ്പോൾ പിന്നെ ആ വിശ്വാസം തലയിൽ ഉറച്ചാൽ, മസ്തിഷ്കത്തിൽ ഉറച്ചാൽ, തലച്ചോറിൽ ഉറച്ചാൽ പിന്നെ അത് കുറേ പ്രായം കഴിഞ്ഞ് അതിനെ മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. അതേപോലെ ലൈബ്രറിയിൽ പോയാൽ, അവരുടെ ലൈബ്രറികളിൽ പോയാൽ സഹാബത്തിൻ്റെ വിശ്വാസം പഠിക്കുന്ന ഗ്രന്ഥങ്ങൾ കാണാൻ പ്രയാസമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അവരുടെ അമലുകളുടെ മഹത്വങ്ങൾ എന്ന ലോകപ്രസിദ്ധമായ ആ ഗ്രന്ഥം വായിച്ചാലും പിഴച്ച വിശ്വാസങ്ങൾ കാണാം. അപ്പോൾ ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഇവരുടെ പണ്ഡിതന്മാർക്ക് ആ പിഴച്ച വിശ്വാസങ്ങൾ ഉണ്ട് എന്നതാണ്. അങ്ങനെ ഈ ഫളായിൽ അമൽ എന്ന അമലുടെ മഹത്വങ്ങൾ എന്ന അവരുടെ പുസ്തകം ലോകത്തിലെ മിക്ക ഭാഷകളിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആഗോളതലത്തിൽ തന്നെ ഇവരുടെ പണ്ഡിതന്മാർക്ക്, കാരണം വിവിധ ഭാഷ എന്ന് പറയുമ്പം അവർ വിവിധ രാജ്യക്കാരായിരിക്കും, അപ്പോൾ വിവിധ രാജ്യത്തിലുള്ള ഈ പണ്ഡിതന്മാർക്ക് തന്നെ പിഴച്ച വിശ്വാസങ്ങളുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ തബ്ലീഗുകാർ അവകാശപ്പെടുന്നതാണെന്ത്? നമ്മൾ കുറേ പേരെ നന്നാക്കി, അല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. കുറേ പേര് മദ്യപാനം നിർത്തി, കുറേ പേര് മയക്കുമരുന്ന് നിർത്തി. ഇങ്ങനെ മാത്രമേ നന്നായി എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അവിശ്വാസികളിലും മദ്യം നിർത്തുന്നവരില്ലേ, മയക്കുമരുന്ന് നിർത്തുന്നവരില്ലേ? അപ്പോൾ കുറേ പേര് നന്നായി എന്ന അവകാശവാദം ശരിയല്ല. കാരണം
അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്ത് റളിയല്ലാഹുവിൻ്റെയും വിശ്വാസത്തിലും മൻഹജിലുമല്ല. അതിൽ ഐക്യപ്പെടണം. അതാണ് തബ്ലീഗ് ജമാഅത്ത് സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. ആ ദഅവത്ത് സലഫുകൾ ചെയ്ത മാതിരി ചെയ്യണം. രീതി മാറ്റാൻ പറ്റൂല, ദഅവത്തിൻ്റെ രീതി. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അതുകൊണ്ട് നമ്മൾ കുറേ ആളെ നന്നാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ റുക്കൂവും സുജൂദും, കുറേ നിസ്കാരവും, കുറേ നോമ്പും, കുറേ ഹജ്ജുകളും, കുറേ ഉംറകളും ചെയ്തത് കൊണ്ട് കാര്യമില്ല. ബാറക്കല്ലാഹു ഫീക്കും. കാരണം വിശ്വാസം ശരിയായിട്ടില്ല, മൻഹജ് ശരിയായിട്ടില്ല, പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്താൻ വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. ഇവിടെ ആരെയും വ്യക്തിപരമായ വ്യക്തിഹത്യ നടത്തുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹു കൽപ്പിച്ച കാര്യം മാത്രം ചെയ്യുകയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ തടയുക. വതവാസൗ ബിൽ ഹഖ്. അത് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നമ്മൾ മുസ്ലിങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ പിഴച്ച വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ചില പിഴച്ച വിശ്വാസങ്ങൾ എങ്ങനെ പ്രവേശിച്ചത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്ത ജൂതനിൽ നിന്നാണ് വന്നത് എന്ന്. ഇതിൻ്റെ തെളിവെന്താ? ഇബ്നു അസാക്കീറും മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അൽ ജാദ് ഇബ്നു ദിർഹം, അദ്ദേഹത്തിൻ്റെ ബിദ്അത്ത്, ആ പിഴച്ച വിശ്വാസം ബയാൻ ഇബ്നു സംആനിൽ നിന്നും, ബയാൻ ഇബ്നു സംആൻ ലബീദ് ഇബ്നു അൽ അസ്സമിൻ്റെ സഹോദരിയുടെ മകൻ താലൂത്തിൽ നിന്നും, താലൂത്ത് തൻ്റെ മാതൃസഹോദരനായ ലബീദിൽ നിന്നും സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സിഹ്ർ ചെയ്ത ജൂതനാണ് അദ്ദേഹം. കണ്ടോ, സനദ് പറയുന്നത് കണ്ടോ? ഇത് നിങ്ങൾക്ക് ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ ബിദായ വൽ നിഹായ 9350 ഇമാം അസ്സുയൂത്തിയുടെ അൽ വസായിൽ ഫി മാരിഫത്തിൽ അവാഉൽ 131, 132 കാണാം. ബാറക്കല്ലാഹു ഫീക്കും. വ്യക്തമായ സഹീഹായ രേഖ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അൽ ജാദിൻ്റെ പിൻഗാമികൾക്ക് ഈ പിഴച്ച അശ്ശരി വിശ്വാസങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പാരമ്പര്യമായി ലഭിക്കുകയും ഇത് മുസ്ലിങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മുസ്ലിങ്ങളിലേക്ക് ഇത് പ്രവേശിക്കുന്നത് നമ്മളിങ്ങനെ പഠിച്ചാൽ നമുക്ക് കാണാം. നമ്മുടെ പൂർവികരായ ഇമാമുമാർ, പണ്ഡിതന്മാർ അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്ത ലബീദിലേക്കാണ് എത്താ. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ ഇന്ന് സലഫികളുടേതല്ലാത്ത ഭൂരിപക്ഷം, ഇനിയിത് തബ്ലീഗ് ജമാഅത്തിൻ്റെ മാത്രമല്ല, സമസ്ത ജമാഅത്ത് ഇസ്ലാമി മദ്രസകളിലും പിഴച്ച അശ്ശരി വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവരും പിൻപറ്റുന്നത് അശ്ശരിയത്താണ്. ഈ പിഴച്ച കക്ഷികളായ ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഇഖ്വാനുൽ മുസ്ലിമിൻ്റെയും അറിയപ്പെട്ട നേതാവായിരുന്നു ആര്? തബ്ലീഗുകാരും അംഗീകരിക്കുന്ന മരണപ്പെട്ടു പോയ യൂസുഫുൽ ഖറദാവി. അദ്ദേഹം എന്താ പറഞ്ഞത്? അഭിമാനത്തോടെ പറയാണ് അദ്ദേഹം, ഭൂരിപക്ഷം മുസ്ലിങ്ങളും അശ്ശരികളാണ്. ദയൂബന്തും, അവിടെ നിന്നാണ് മിക്ക തബ്ലീഗുകാരും പഠിച്ചു വരുന്നത്. ദയൂബന്തും നദ്വത്തുൽ ഉലമയും അസ്ഹറും അശ്ശരികളാണ്. സലഫികൾ ഒരു ചെറിയ ന്യൂനപക്ഷമാണ്. സൗദിയിൽ പോലും എല്ലാവരും സലഫികളല്ല. ഇത് യൂസുഫുൽ ഖറദാവി പറയാണ്, അഭിമാനത്തോടെ പറയാണ്. ഭൂരിപക്ഷം മുസ്ലിങ്ങളൊക്കെ അശ്ശരികളാണ്. എന്നിട്ട് ദയൂബന്തും നദ്വത്തുൽ ഉലമയും പിന്നെ അസ്ഹറൊക്കെ അശ്ശരികളാണ്. സലഫികൾ എന്താ? അവർ ചെറിയൊരു ന്യൂനപക്ഷം. സൗദിയിൽ പോലും സലഫികൾ എല്ലാവരും സലഫികളല്ല. അപ്പോൾ സലഫികൾ
നിങ്ങൾ മനസ്സിലാക്കിയല്ലോ കഴിഞ്ഞ ദർസുകൾ ആരാ സലഫികൾ. സലഫുകളെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയാം. നമ്മൾ വ്യക്തമായിട്ട് ഖുർആൻ്റെയും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. സലഫുകൾ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തും താബീങ്ങളും താബീങ്ങളും. ആ സലഫികളെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയുക. ബാറക്കല്ലാഹു ഫീക്കും. ഇത് വ്യക്തമായ തെളിവുകളോടെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ പഠിച്ചതാണ്. ഈ പദങ്ങൾ തന്നെ, സലഫ് എന്ന പദം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വന്നത്, നാവിൽ നിന്ന് വന്നത്. സഹീഹ് മുസ്ലിമിലെ 2450 ഹദീസൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ സലഫികൾ പിൻപറ്റുന്നത് സലഫുകളെയാണ്. അതുകൊണ്ട് സലഫികളുടെ വിശ്വാസം സഹാബകളിലേക്കും റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും എത്തുന്നു. ഉണ്ടോ? സലഫികളുടെ സനദ് ഇങ്ങനെ നോക്കിയാൽ അത് എവിടത്തേക്ക് എത്തും? അത് പൂർവികരായ ഇമാമുകളിലേക്കും, പിന്നെ അതെത്തുക സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിലേക്കും, പിന്നെ അതെത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹു ആണ്, അല്ലേ? അതൊക്കെ നമ്മൾ ആയത്തുകളൊക്കെ കഴിഞ്ഞ ദർസിൽ മനസ്സിലാക്കിയതാണ്. അള്ളാഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ പഠിപ്പിക്കുന്നത് എന്നും വിശദീകരണമൊക്കെ പഠിപ്പിക്കുന്നതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിക്കുന്നുവെന്നും റളിയല്ലാഹു അൻഹു. പിന്നെ അതിനെതിരാകാൻ പാടില്ല, വൈരുദ്ധ്യമാകാൻ പാടില്ല എന്ന ഖുർആനിലെ ആയത്തിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസിൽ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചത് കൊടുത്തത് അള്ളാഹു ആണ്. അതുകൊണ്ട് സലഫികളാണ് സിറാത്തുൽ മുസ്തഖീമിൽ, നേരെ ചൊവ്വായ പാതയിൽ. ബാറക്കല്ലാഹു ഫീക്കും. ഈ അശ്ശരി പോലത്തെ പിഴച്ച വിശ്വാസങ്ങൾ, അത് അശ്ശരിയിലെ പിഴച്ച വിശ്വാസങ്ങൾ സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ പേരുകളിലും ഗുണവിശേഷങ്ങളിലുമാണ്. അത് മുസ്ലിങ്ങളിലേക്ക് പ്രവേശിച്ചത് എങ്ങനെ നമുക്ക് മനസ്സിലായല്ലോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്ത് ജൂതൽ നിന്നാണ്. അതുകൊണ്ട് ഈ തബ്ലീഗ് ജമാഅത്തും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും സമസ്തക്കാരും അവരുടെ മദ്രസകളിലെ സിലബസുകളിൽ മാറ്റം വരുത്തി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സലഫുകളുടെ വിശ്വാസം പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ പരലോകത്ത് നഷ്ടമായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് ഇതൊരു ഉപദേശമായി കണ്ടാൽ മതി. അവരുടെ ലൈബ്രറികളിൽ അവർ സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അഖീദ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് അവർ പഠിപ്പിക്കേണ്ടത്. അവരുടെ മദ്രസകളിൽ സിലബസ് മാറ്റിയേ പറ്റൂ, അല്ലെങ്കിൽ നാളെ പരലോകത്ത് നഷ്ടമായിരിക്കാം സംഭവിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹാബികൾ റളിയല്ലാഹു അൻഹും ആരും അശ്ശരികളായിരുന്നില്ല. കാരണം അശ്ശരിയത്ത് പിന്നീട് വന്നതാണ്, കുറേ കാലഘട്ടത്തിന് ശേഷം വന്നതാണല്ലോ. മാത്രമല്ല സഹാബികൾ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അശ്ശരിയത്തുണ്ടാകാം. സഹാബത്തിൽ അള്ളാഹു പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവരിൽ ഉണ്ടാവുകയുള്ളൂ. അതിൽ ഭിന്നിക്കരുത് എന്ന് അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ചു. ആ ഖുർആനെ പിൻപറ്റിയവരാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും. നമ്മളും ഭിന്നിക്കരുത്, അങ്ങനെയാണ് ഐക്യത്തിലെത്തുക. ഇമാം അശ്ശരി, അതേപോലെ പിഴച്ച വിശ്വാസങ്ങളുണ്ടായിരുന്ന ഇമാം റാസിക്കും അശ്ശരിയത്തുണ്ടായിരുന്നു. ഗസ്സാലി അശ്ശരിയത്തുണ്ട്, ഇമാം ഗസ്സാലിക്ക് അശ്ശരിയത്തുണ്ടായിരുന്നു റഹിമഹുമുല്ല. അവരൊക്കെ തൗബ ചെയ്തിരുന്നു. അവരൊക്കെ തൗബ ചെയ്ത രേഖകൾ നമ്മളെ പൂർവികരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. പക്ഷെ ഖേദകരമായ കാര്യം, വളരെ ഖേദകരമെന്ന് പറയട്ടെ, അവരുടെ പിൻഗാമികൾ ഇപ്പോഴും പിഴച്ച വിശ്വാസങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ഈ അറിയപ്പെട്ട പണ്ഡിതന്മാർ പോലും, ഇമാം റാസി, ഇമാം ഗസ്സാലി, ഇമാം അശ്അരി, അദ്ദേഹം തൗബ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നേരായ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവരൊക്കെ തൗബ ചെയ്തിട്ടും
ഇന്ന് പക്ഷേ ഈ തബ്ലീഗ് ജമാഅത്തും ജമാഅത്ത് ഇസ്ലാമിയും സമസ്തയും പഠിപ്പിക്കുന്നത് എന്താ? അവർ തൗബ ചെയ്ത് മടങ്ങിയ ആ ശരിയായ വിശ്വാസമല്ല, അവർക്ക് ആദ്യം ഉണ്ടായ ആ പിഴച്ച വിശ്വാസങ്ങളാണ് പഠിപ്പിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് ഗൗരവമായുള്ളൊരു വിഷയമാണ്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാലും സന്തോഷകരമായൊരു കാര്യമുണ്ട്. സലഫി പണ്ഡിതന്മാരുടെ പ്രബോധനം കാരണം ഈ പിഴച്ച കക്ഷികളിലെ ചിലർക്കെങ്കിലും ചെറിയ തോതിലെങ്കിലും സത്യം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്നാലും അധിക പേരും സത്യം മനസ്സിലാക്കിയവരിൽ തന്നെ കുറച്ച് പേരാണ് സത്യം മനസ്സിലാക്കുന്നത്. ആ കുറച്ച് പേരിൽ അധിക പേരും ഇപ്പോഴും അവരുടെ ആ തബ്ലീഗ് ജമാഅത്ത് വിടാനോ ആ ജമാഅത്ത് ഇസ്ലാമി വിടാനോ ആ സമസ്ത വിടാനോ തയ്യാറല്ലാത്ത കുറേ പേരുണ്ട്. അവർ അത് വിടേണ്ടതുണ്ട്. എന്നിട്ട് സഹാബത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശ്വാസത്തിലേക്കും മൻഹജിലേക്കും വരേണ്ടതുണ്ട്. അല്ലാഹു നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഞാനിവിടെ നിർത്തുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.